ലേറ്റ് എഡിഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. ഭരണവിരുദ്ധ വികാരമല്ല, പിണറായി വിജയന്റെയും എം വി ഗോവിന്ദന്റെയും ശൈലിയാണ് തിരിച്ചടിക്ക് കാരണമായതെന്ന് വിമർശനം. പയ്യന്നൂരിൽ അമിത ആത്മവിശ്വാസമുണ്ടായി. സ്ഥാനാർത്ഥി നിർണയ ശൈലിക്കെതിരെയും വിമർശനമുയർന്നു. വിവരങ്ങളുമായി അജീഷ് ജയകുമാറാണ് കണ്ണൂരിൽ നിന്ന് ചേരുന്നത്. അജീഷ്, തെരഞ്ഞെടുപ്പ്, വോട്ടെടുപ്പ്, അതിനുശേഷം ഫലപ്രഖ്യാപനം എല്ലാം വന്നു. ഇനി ഒരു ആത്മപരിശോധനയുടെ സമയം. സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഈ ഒരു പരാജയത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെ ചേർന്ന സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് നേതൃത്വത്തിന്റെ ശൈലിക്കെതിരെയും സ്ഥാനാർത്ഥി നിർണയ രീതിക്കെതിരെയും രൂക്ഷമായ വിമർശനം ഉയർന്നത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് കണ്ണൂരിലും സിപിഎം ഏറ്റുവാങ്ങിയത്. 6 സീറ്റുകൾ മാത്രമാണ് ഇത്തവണ സിപിഎമ്മിന് നേടാനായത്. കണ്ണൂർ മണ്ഡലത്തിൽ മാത്രമല്ല, അവരുടെ ഉറച്ച കോട്ടകളിൽ പോലും വോട്ട് വലിയ രീതിയിൽ ചോർന്നു പോവുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തുറന്ന വിമർശനം സ്വീകരിക്കുന്നുവെന്ന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കൂടി പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നത്. ഭരണവിരുദ്ധ വികാരമല്ല, പക്ഷേ ശൈലിയാണ് തിരിച്ചടിക്ക് കാരണമെന്നാണ് ഉയർന്ന ഒരു വിമർശനം. സെക്രട്ടറിയുടെയും മുഖ്യമന്ത്രിയുടെയും ശൈലി ജനങ്ങൾക്ക് ദഹിച്ചില്ല. പയ്യന്നൂരിൽ അമിതമായ ആത്മവിശ്വാസം ഉണ്ടായി. അതുകൊണ്ടാണ് ആരോപണ വിധേയനായ ടി.ഐ. മധുസൂദനനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി തീരുമാനിച്ചത്. അടിയൊഴുക്കും മനസ്സിലാക്കാൻ പാർട്ടി നേതൃത്വത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നതെന്നും നേതാക്കൾ വിമർശിച്ചു. വി കുഞ്ഞികൃഷ്ണയെ, ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന വി കുഞ്ഞികൃഷ്ണയെ പാർട്ടി ചെറുതായി കണ്ടു എന്നും അദ്ദേഹത്തിനെതിരെ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ തന്നെ തള്ളിക്കൊണ്ടുള്ള പ്രതികരണങ്ങൾ അങ്ങനെയാണ് വിലയിരുത്തുന്നതെന്നും നേതാക്കൾ പറഞ്ഞിരുന്നു. തളിപ്പറമ്പിലും ഞെട്ടിക്കുന്ന വോട്ട് ചോർച്ചയുണ്ടായി. അമിതമായ ആത്മവിശ്വാസമാണ് ഇവിടെയും തിരിച്ചടിയായത് എന്നാണ് നേതാക്കൾ ഇന്നത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പറഞ്ഞത്. പാർട്ടി തിരുത്തിയില്ലെങ്കിൽ അണികൾ തിരുത്തിക്കുമെന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമായതായും ആന്തൂരും മലപ്പട്ടം മയിൽ പോലുള്ള, അതായത് സിപിഎമ്മിന്റെ അതിശക്തമായ മേഖലകളിൽ കണ്ട വോട്ട് ചോർച്ച ഇതാണ് വ്യക്തമാക്കുന്നതെന്നുമാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ പറഞ്ഞത്. മാറില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലായി പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് സമയത്തിൽ വീട്ടിൽ പോയി ചോദിക്കുന്ന പരാമർശവും ചില നേതാക്കൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അത് കേട്ടില്ലെന്ന് വച്ചാൽ എന്തായിരുന്നു കുഴപ്പമെന്നും ചില നേതാക്കൾ ചോദിച്ചു. എന്തായാലും രൂക്ഷമായ വിമർശനം തന്നെയാണ് ഈ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നത്. അജീഷ് ജയകുമാറാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡും ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഡ്രൈ ഡോക്സ് വേൾഡും തമ്മിൽ ധാരണാപത്രം ഒപ്പിട്ടു. കപ്പൽ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ടാണ് ധാരണയായത്. ഗുജറാത്തിലെ വാഡിനാറിൽ ഷിപ്പ് റിപ്പയർ ക്ലസ്റ്റർ സ്ഥാപിക്കാനും ധാരണയായി. In the shipbuilding industry, agreements were signed today between Cochin Shipyard Limited and Dry Docks World of Dubai. These include agreements on setting up a ship repair cluster at Vadinar in India and a center of excellence for skill development in the maritime field. വിവരങ്ങളുമായി PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. അരവിന്ദ്, എന്തായാലും രാജ്യത്തെ ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രിക്ക് അതിന് കൂടുതൽ കരുത്തു പകരുന്ന ധാരണാപത്രം, വിവരങ്ങൾ. പ്രധാനമന്ത്രിയുടെ UAE സന്ദർശനത്തിൽ നിർണായക തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഈ ഊർജ്ജ മേഖലയിലെ തന്ത്രപ്രധാനമായ പങ്കാളിത്തത്തിന് പുറമെ ഈ ഷിപ്പിംഗ് മേഖലയിലും നിർണായക തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. വാഡിനാറിൽ, ഗുജറാത്തിലെ വാഡിനാറിൽ ഷിപ്പ് റിപ്പയർ ക്ലസ്റ്റർ സ്ഥാപിക്കാനാണ് ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡും അതുപോലെ തന്നെ UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡ്രൈ ഡോക്സ് വേൾഡും തമ്മിൽ ഒരു ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ കപ്പൽ അറ്റകുറ്റപ്പണികളിലെ നൈപുണ്യ വികസനത്തിനായും ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ട്. ക്രിസ്റ്റീന, PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. മന്ത്രിസഭയിൽ ചേരാൻ ഹൈക്കമാൻഡ് സമ്മർദ്ദം തുടരുമ്പോഴും വഴങ്ങാതെ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് വേണമെന്നും തന്നെ അനുകൂലിക്കുന്ന MLA-മാരിൽ കൂടുതൽ പേർക്ക് മന്ത്രിസ്ഥാനം നൽകണമെന്നും ഉപാധി. ജോസഫ് വാഴക്കനെ KPCC പ്രസിഡന്റ് ആക്കണമെന്നും ആവശ്യം. നിയുക്ത മുഖ്യമന്ത്രി VD സതീശനും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും രമേശ് ചെന്നിത്തലയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തി. ആഭ്യന്തര വകുപ്പ് തന്നെ വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് രമേശ് ചെന്നിത്തല. ഇന്ന് വൈകിട്ട് നടന്ന UDF യോഗത്തിലും രമേശ് ചെന്നിത്തല പങ്കെടുത്തില്ല. ആഭ്യന്തരമന്ത്രി സ്ഥാനത്തിനോടൊപ്പം തന്റെ പക്ഷത്തുള്ളവർക്ക് കാര്യമായ പരിഗണന നൽകണമെന്ന ആവശ്യവും നേതൃത്വത്തിന് മുന്നിൽ വെച്ചു. എന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യ പ്രതികരണത്തിന് ചെന്നിത്തല തയ്യാറായില്ല. നിർമ്മാല്യം തൊഴുത് കഴിഞ്ഞിട്ട് പത്രക്കാരോടുണ്ടായിരുന്നു, അവരോടെല്ലാം വളരെ വിശദമായിട്ട് തന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ദയവായി ഒന്നും ചോദിക്കരുത്, എനിക്കൊന്നും പറയാം. ഇല്ല, പുള്ളി ഒരു അറിയിപ്പുമില്ല.
നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ രമേശ് ചെന്നിത്തല വഴുതക്കാടുള്ള വീട്ടിലെത്തി കണ്ടു. ചെന്നിത്തല മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന കാര്യം പാർട്ടി തീരുമാനിക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി. അദ്ദേഹം എൻ്റെ ജ്യേഷ്ഠ സഹോദരന് തുല്യനായ ഒരാളാണ്, എൻ്റെ നേതാവായിട്ടുള്ള ഒരാളാണ്. അല്ല, അതൊക്കെ ഞങ്ങൾ പാർട്ടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അത് അദ്ദേഹവുമായിട്ട് തന്നെ കൂടിയാലോചിച്ച് ആ കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുക്കും. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തി. പരിഗണന ഉണ്ടാകുമെന്നാണ് ഉറപ്പ്. I am speaking to all the leaders. Ramesh is standing. He will tell whatever he wants to do. വി ഡി സതീശൻ നയിക്കുന്ന മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തല ഭാഗമാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കേരളത്തിലെത്തിയ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ചെന്നിത്തലയുമായി ചർച്ച നടത്തും. 24 തിരുവനന്തപുരം. മന്ത്രിസഭാ രൂപീകരണത്തിൽ ഘടകകക്ഷികളുമായി നാളെ കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ച നടത്തും. ഇന്ന് ചേർന്ന UDF യോഗത്തിൽ വകുപ്പ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളിൽ ധാരണയായില്ല. ഉഭയകക്ഷി യോഗത്തിന് ശേഷം വീണ്ടും UDF യോഗം ചേർന്ന് അന്തിമ ധാരണയിലെത്തും. മുഖ്യമന്ത്രിയോടൊപ്പം മുഴുവൻ മന്ത്രിമാരും തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. മന്ത്രിമാരുടെ വകുപ്പുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന UDF യോഗത്തിൽ തീരുമാനമായില്ല. ഘടകകക്ഷികളുമായി നാളെ കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ച നടത്തും. നാളെ അന്തിമ തീരുമാനം എടുക്കുമെന്നും കോൺഗ്രസിന്റെ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നാളെ പ്രഖ്യാപിക്കുമെന്നും UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. മുഖ്യമന്ത്രിയോടൊപ്പം മുഴുവൻ മന്ത്രിമാരും തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും അടൂർ പ്രകാശ് കൂട്ടിച്ചേർത്തു. UDF യോഗം ഇന്ന് ഫോർമലായി ഒന്ന് കൂടി എന്ന് മാത്രമേ ഉള്ളൂ. നാളെ ഞങ്ങൾ വീണ്ടും കൂടി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ്. മുഖ്യമന്ത്രിയോടൊപ്പം UDFന്റെ വിവിധ നേതാക്കന്മാരും സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കിയിരിക്കും. മന്ത്രിസ്ഥാനം ഉറപ്പായെന്നും വകുപ്പ് ഏതാണെന്നുള്ള തീരുമാനം നാളെ അറിയാമെന്നും CMP നേതാവ് CP ജോൺ പറഞ്ഞു. ഇന്നിപ്പോൾ ഫോർമലായിട്ട് നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ UDF ആദ്യമായിട്ട് കൂടുകയല്ലേ, ആദ്യമായിട്ട് കൂടി അത് KPCC പ്രസിഡന്റ് അവരുടെ തീരുമാനം പറഞ്ഞു. വകുപ്പ് സംബന്ധിച്ചൊക്കെ നാളെ ഉള്ള ചർച്ച വെച്ചിട്ടുണ്ട്. എല്ലാ പാർട്ടികളുമായിട്ടും ചർച്ചയുണ്ടാവും. ഈ മാസം 22-നാകും സ്പീക്കർ തിരഞ്ഞെടുപ്പ്. UDF സർക്കാരിന്റെ നയപ്രഖ്യാപനം ഈ മാസം 28-ന് നടക്കും. അടുത്ത മാസം 5-നാണ് സംസ്ഥാന ബജറ്റ്. ന്യൂസ് ഡെസ്ക് 24. കോഴിക്കോട് ചെറുവണ്ണൂർ തെയ്യപ്പുറത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് ഗർഭിണിക്ക് ദാരുണാന്ത്യം. ചെറുവണ്ണൂർ സ്വദേശി റിജിന്റെ ഭാര്യ സോനയാണ് മരിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വിവരങ്ങളുമായി അജി കുഞ്ഞുമോനാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. അജി, അതിദാരുണമായ ഒരു അന്ത്യം, അത് ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്ന് പ്രാഥമികമായ നിഗമനമുണ്ട്. എന്നാലും ഈ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് തീപിടിക്കുന്നു. അതുപോലെ തന്നെ ഭർത്താവിന്റെ ആരോഗ്യാവസ്ഥ ഇപ്പോൾ എങ്ങനെയുണ്ട്? ക്രിസ്റ്റീന, ഇന്ന് വൈകുന്നേരമാണ് ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ ഈ കക്കറ റോഡിൽ ഈ തീപിടുത്തം ഉണ്ടായി ഗർഭിണി മരണപ്പെടുന്നത്. ഭർത്താവിന് ഗുരുതരമായി തന്നെ പരിക്കേറ്റു. റിജിൻലാലിന്റെ ഭാര്യ സോന ആണ് ദാരുണാന്ത്യം സംഭവിക്കുന്നത്. റിജിൻലാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്ന് രാത്രി 9:15 നാടിനെ നടുക്കിയ സംഭവം ഉണ്ടാകുന്നത്. ഈ ഗർഭിണിയായ സോനയും കൊണ്ട് ഇവർ ആശുപത്രിയിൽ പോയി തിരികെ വന്നപ്പോഴാണ് ഈ കാറിന് തീപിടുത്തം ഉണ്ടാകുന്നത്. കാറിന്റെ പിൻസീറ്റിലായിരുന്നു സോന. പെട്ടെന്ന് കാറിന്റെ പിൻസീറ്റിൽ നിന്നുമാണ് തീയും പുകയും ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ ഈ സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തുകയായിരുന്നു. ഉടനെ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുകയും ഫയർഫോഴ്സിനെ അടക്കം വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല. കാരണം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ തന്നെയാണ് ഈ യുവതി മരണപ്പെടുന്നത്. ഭർത്താവ് ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ്. ക്രിസ്റ്റീന. ശരി, അജി കുഞ്ഞുമോനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. 24 എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്തെ ഇന്ധന വില വർധനയിൽ നിന്ന് ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ ഇന്ധന നികുതിയോ സെസ്സോ കുറയ്ക്കാൻ ആലോചന. വിലവർധനവിന്റെ ആഘാതം പഠിക്കാൻ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ധനവകുപ്പിന് നിർദ്ദേശം നൽകി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും ഇന്ധനവില കൂട്ടിയപ്പോൾ നികുതി കുറച്ച് ആശ്വാസം നൽകി. പാചകവാതകത്തിന് പിന്നാലെ പെട്രോളിനും ഡീസലിനും കൂടി വില വർദ്ധിപ്പിച്ച സാഹചര്യത്തിലാണ് പുതിയ സർക്കാർ ആശ്വാസ നടപടിക്ക് ഒരുങ്ങുന്നത്. പെട്രോൾ ഡീസൽ വില 3 രൂപ വർദ്ധിപ്പിക്കുന്നത് പൊതുവിപണിയിൽ വിലക്കയറ്റത്തിന് കാരണമാകും. ജനജീവിതം ദുസ്സഹമാകുന്ന സാഹചര്യത്തിൽ ഇന്ധന നികുതിയോ സെസ്സോ കുറച്ച് ആശ്വാസം നൽകുന്നതാണ് പരിഗണനയിലുള്ളത്. ഇന്ധനവിലയ്ക്കൊപ്പം സോഷ്യൽ സെക്യൂരിറ്റി സെസ്സായി 2 രൂപയാണ് ഇപ്പോൾ പിരിച്ചെടുക്കുന്നത്. ഇന്ധന വിലക്കയറ്റത്തിന്റെ പ്രത്യാഘാതം വിലയിരുത്താൻ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലിന് നിയുക്ത മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ഉദ്യോഗസ്ഥന്മാരുമായിട്ട് അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്ത് അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ജനങ്ങളിൽ അതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ, അതിൻ്റെ ആഘാതം കുറയ്ക്കാൻ
എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ധന നികുതി ഇളവും സെസ് കുറയ്ക്കലും ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ പ്രഖ്യാപിച്ചേക്കും. 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമേറ്റ കാലത്തും ഇന്ധനവില വർധനവിന്റെ ആഘാതം കുറയ്ക്കാൻ നികുതി ഇളവ് നൽകിയിരുന്നു. നികുതി സമ്പ്രദായം GSTയിലേക്ക് മാറിയെങ്കിലും ഇന്ധന നികുതി ഇപ്പോഴും പഴയ വിൽപ്പന നികുതി ഘടനയിലാണ് പിരിച്ചെടുക്കുന്നത്. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം വികാസ് ഭവനിലെ പോലീസ് ക്വാർട്ടേഴ്സിൽ പോലീസുകാർ തമ്മിൽ കത്തിക്കുത്ത്. മ്യൂസിയം സ്റ്റേഷനിലെ അൻസാറിനാണ് കുത്തേറ്റത്. നന്ദാവനം AR ക്യാമ്പിലെ CP അനീഷ് കുമാറാണ് കുത്തിപ്പരിക്കേൽപ്പിച്ചത്. വിവരങ്ങളുമായി S വിനേഷ് കുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. വിനേഷ്, ഈ നീതിന്യായം അത് നടപ്പാക്കേണ്ടവർ തമ്മിൽ തന്നെ ഇത്തരത്തിലുള്ള കത്തിക്കുത്ത്, എന്താണ് കാരണം? വിവരങ്ങൾ. ക്രിസ്റ്റീന, ഇവർ എന്തോ കാര്യങ്ങൾ പറഞ്ഞു അങ്ങ് പിണങ്ങിയിരുന്നു. ഇതേ തുടർന്നാണ് അങ്ങോട്ട് വാക്കേറ്റം ഉണ്ടാവുകയും പിന്നീട് ഈ നന്ദാവനം AR ക്യാമ്പിലെ CP അനീഷ് കുമാർ കത്തി കൊണ്ടുവരികയും ചെയ്ത് ഈ അൻസാറിനെ കുത്തുകയായിരുന്നു. അത് ഈ തലയ്ക്ക് ചെവിയുടെ ഇടയിൽ ആണ് കുത്തേറ്റിട്ടുള്ളത്. എളപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്നാലും പരിക്ക് ഗുരുതരമല്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പോലീസുകാർ തമ്മിലുള്ള ഒരു തർക്കമാണ്. നമുക്കറിയാം, മുമ്പും ഇതുപോലെ തന്നെ പോലീസുകാർ തമ്മിലുള്ള ഏറ്റുമുട്ടലൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. തിരുവനന്തപുരം വികാസ് ഭവൻ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ഈ അൻസാർ കഴിയുന്നത്. അവിടെ എത്തിയാണ് അൻസാറിനെ ഈ അനീഷ് കുമാർ കുത്തിയെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. ക്രിസ്റ്റീന, ശരി, എന്തായാലും പൊതുജനങ്ങൾക്കിടയിൽ നീതിയും ന്യായവും ഒക്കെ നടപ്പാക്കേണ്ടവരാണ്. അപ്പോൾ അവർക്കിടയിലുള്ള കത്തിക്കുത്ത് എന്ന രീതിയിലാണ് വാർത്ത ശ്രദ്ധേയമാകുന്നത്. S വിനേഷ് കുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. സംസ്ഥാനത്ത് ഈ മാസം 26 കാലവർഷം എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടായിരുന്നു. ഇന്നലെയും ഇന്നുമായി പെയ്ത വേനൽ മഴയിലും കാറ്റിലും വിവിധയിടങ്ങളിൽ വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തു. എറണാകുളം മണിയിടിലുണ്ടായ ചുഴലിക്കാറ്റിൽ 90ഓളം വീടുകൾക്ക് കേടുപാടുണ്ടായി. 10 വീടുകൾ പൂർണ്ണമായും തകർന്നു. സംസ്ഥാനത്ത് ഈ മാസം 26 കാലവർഷമെത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ഒഴികെയുള്ള മറ്റ് 8 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പാണ്. നാളെ 7 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയിലും കാറ്റിലും സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ വ്യാപക നാശനഷ്ടമാണുണ്ടായത്. എറണാകുളം മണിയിടിൽ ഇന്നലെ വൈകിട്ടുണ്ടായ ചുഴലിക്കാറ്റിൽ 88 വീടുകൾക്ക് കേടുപാട് പറ്റി. മരം വീണ് 10 വീടുകൾ പൂർണ്ണമായും തകർന്നു. വലിയ മരങ്ങൾ വീണ് പലയിടത്തും ഗതാഗത തടസ്സമുണ്ടായി. വൈദ്യുതി ബന്ധം താറുമാറായി. നായരമ്പലത്ത് 4 വീടുകളുടെയും 2 ക്ഷേത്രങ്ങളുടെയും മേൽക്കൂരകൾ തകർന്നു. വീടിന്റെ ഓട് വീണ് ഒരാൾക്ക് പരിക്കേറ്റു. മത്സ്യത്തൊഴിലാളികളുടെ വഞ്ചികൾക്കും കേടുപാടുണ്ടായി. മേൽക്കൂര തകർന്ന വീടുകളിലെ ആൾക്കാരൊക്കെ നമ്മളിപ്പോൾ ക്യാമ്പുകളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ നമ്മൾ വിവരം അറിയിച്ചിട്ടുണ്ട്. വില്ലേജ് ഓഫീസർ, എല്ലാ പഞ്ചായത്ത് എല്ലാവരെയും നമ്മൾ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. കല്ലാർ എക്കോ ടൂറിസം താൽക്കാലികമായി അടച്ചതായി ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. ജലനിരപ്പ് ഉയർന്നതോടെ ജാഗ്രതാ നിർദ്ദേശവും നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. പെട്രോളിന്റെ കയറ്റുമതി തീരുവ വർദ്ധിപ്പിച്ചു. 3 രൂപയാണ് വർദ്ധിപ്പിച്ചത്. വിമാന ഇന്ധനത്തിന്റെ കയറ്റുമതി തീരുവ 33 രൂപയിൽ നിന്ന് 16 രൂപയായി. എന്നാൽ ആഭ്യന്തര വിപണിയിൽ വിൽക്കുന്ന പെട്രോളിന്റെയും ഡീസലിന്റെയും തീരുവയിൽ മാറ്റമില്ല. വിവരങ്ങളുമായി PR അരവിന്ദ് ചേരുകയാണ്. അരവിന്ദ്, വിശദാംശങ്ങൾ. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളെത്തും. എന്തായാലും വിമാന ഇന്ധനത്തിന്റെ കയറ്റുമതി തീരുവ 33 രൂപയിൽ നിന്ന് 16 രൂപയായി. ഡീസലിന്റെ കയറ്റുമതി തീരുവ 23 രൂപയിൽ നിന്ന് 16 രൂപയായി കുറച്ചിട്ടുണ്ട്. ആഭ്യന്തര വിപണിയിൽ വിൽക്കുന്ന പെട്രോളിന്റെയും ഡീസലിന്റെയും തീരുവയിൽ മാറ്റമില്ല. രാജ്യത്തെ ഇന്ധനവിലയെ പുതിയ തീരുമാനം ബാധിക്കുകയുമില്ല. ഇത് കയറ്റുമതി ചെയ്യുന്ന പെട്രോളിന്റെയും ഡീസലിന്റെയും തീരുവയിലാണിപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത്. കനത്ത മഴയിലും ഇടിമിന്നലിലും ഉത്തർപ്രദേശിൽ വൻ നാശനഷ്ടം. 3 ദിവസത്തിനിടെ ഉത്തർപ്രദേശിൽ 117 പേരാണ് മരിച്ചത്. അതിശക്തമായ കാറ്റിൽ മേൽക്കൂരയ്ക്കൊപ്പം 50 അടി ഉയരത്തിൽ പറന്നുപൊങ്ങിയ ഗ്രാമീണൻ പരുക്കേറ്റ് ചികിത്സയിലാണ്. കാലം തെറ്റിയുണ്ടായ കനത്ത കാറ്റും പേമാരിയും ഉത്തർപ്രദേശിൽ വ്യാപക നാശം വിതച്ചു. ബറേലി ജില്ലയിലെ ബമിയാനയിൽ ഈ റിക്ഷ ഡ്രൈവറായ നാനി അൻസാരി മേൽക്കൂരയോടൊപ്പം 50 അടി ഉയരത്തിലേക്ക് പറന്നുപൊങ്ങിയ ഭയാനകമായ ദൃശ്യങ്ങളും ഉത്തർപ്രദേശിൽ നിന്നും പുറത്തുവന്നു. നാനി ഒരു വിവാഹ ഹാളിൽ നിൽക്കുമ്പോഴാണ് കനത്ത കാറ്റടിച്ചത്. മേൽക്കൂരയ്ക്കൊപ്പം പറന്നുപൊങ്ങിയ ഇയാൾ സമീപത്തുണ്ടായിരുന്ന വയലിലാണ് വീണത്. ബാരബങ്കി, ബഹ്റൈച്ച്, കാൺപൂർ ദെഹാത്ത് അടക്കം 19 ജില്ലകളിൽ കനത്ത നാശനഷ്ടമുണ്ടായി.
130 കന്നുകാലികൾ ചത്തു. 98 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാനും ദുരിതമേഖലകൾ സന്ദർശിക്കാനും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ 4 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. 24 ഡൽഹി. പ്രതിരോധ ഊർജ്ജ മേഖലകളിൽ സുപ്രധാന കരാറിലേർപ്പെട്ട് ഇന്ത്യയും UAEയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനത്തിലാണ് നിർണായക കരാറുകളിൽ ഒപ്പുവെച്ചത്. ഹോർമൂസ് കടലിടുക്ക് തുറക്കണമെന്നും മേഖലയിൽ സമാധാനം പുലരുന്നതിന് ഇന്ത്യ പൂർണ്ണ പിന്തുണ നൽകുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. UAEയിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാന്റെ നേതൃത്വത്തിൽ വൻ സ്വീകരണമാണ് ലഭിച്ചത്. 2 മണിക്കൂർ മാത്രം നീണ്ടുനിന്ന സന്ദർശനത്തിൽ സുപ്രധാനമായ നിരവധി കരാറുകളിൽ ഇന്ത്യയും UAEയും ഒപ്പുവെച്ചു. പ്രതിരോധം, ഊർജം, വ്യാപാരം തുടങ്ങിയ മേഖലകളിലൂന്നിയായിരുന്നു കരാറുകൾ. തന്ത്രപ്രധാനമായ പ്രതിരോധ പങ്കാളിത്തത്തിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പിട്ടതോടെ സൈനിക അഭ്യാസങ്ങൾക്കപ്പുറമുള്ള സഹകരണം ഇന്ത്യയും UAEയും തമ്മിലുണ്ടാകും. ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ പെട്രോളിയം കരുതൽ ശേഖരവുമായി ബന്ധപ്പെട്ട കരാറും ഒപ്പം LPG വിതരണ കരാറിലും ഇരു രാജ്യങ്ങളും ഏർപ്പെട്ടിട്ടുണ്ട്. ഗുജറാത്തിലെ വാഡിനാറിൽ 2 രാജ്യങ്ങളും ചേർന്ന ഷിപ്പ് റിപ്പയർ ക്ലസ്റ്റർ സ്ഥാപിക്കും. ഇന്ത്യയിൽ $5 ബില്യൺ നിക്ഷേപവും UAE പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹോർമസ് കടലിടുക്ക് തുറക്കേണ്ടത് അനിവാര്യമാണെന്നും മേഖലയിൽ സമാധാനം പുലരുന്നതിന് ഇന്ത്യ പൂർണ്ണ പിന്തുണ നൽകുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. फ्री, ओपन और सेफ बनाए रखना ये हमारी सबसे बड़ी प्राथमिकता है. इस विषय में अंतर्राष्ट्रीय कानूनों का पालन आवश्यक है. ब्रदर, भारत हर परिस्थिति में UAE के साथ कंधे से कंधा मिलाकर खड़ा है और आगे भी खड़ा रहेगा. UAE തന്റെ 2ാം വീടാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി സംഘർഷ സമയത്ത് ഇന്ത്യക്കാരെ ചേർത്ത് പിടിച്ചതിന് നന്ദി പറഞ്ഞു. 24 ദുബായ്. ഹോർമൂസ് ഉപരോധം ചർച്ച ചെയ്ത ഇന്ത്യയും ഇറാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി S. ജയശങ്കർ എന്നിവരുമായി വിഷയം ചർച്ച ചെയ്തതായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. സമാധാന ചർച്ചകൾ വഴിമുട്ടുന്നത് അമേരിക്കയുടെ നിലപാട് മാറ്റം കാരണമെന്നും വിമർശനം. ഇന്ത്യയുടെ സുവർണ കവാടമായി ചബഹർ മാറുമെന്നും അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. ബ്രിക്സ് ഉച്ചകോടിക്കിടെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി S. ജയശങ്കർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഹോർമുസ് പ്രതിസന്ധി ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്ന ആശങ്ക ഇന്ത്യ പങ്കുവച്ചു. എന്നാൽ പാതയിലെ ഉപരോധം ശത്രുക്കൾക്ക് മാത്രമെന്നാണ് ഇറാൻ നിലപാട്. We discussed about almost everything, including the Strait of Hormuz and the situation in the Persian Gulf region. I have to say that we have more or less close positions. And we are trying to help ships to pass safely. നിലപാടുകൾ മാറ്റുന്ന അമേരിക്കയിൽ തങ്ങൾക്ക് വിശ്വാസമില്ലെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. For more than 40 years, my country has been the target of our people actually have been the target of brutal sanctions imposed by the United States against us. But it didn't change our determination. It didn't change our policies. അതിനിടെ സംയുക്ത ആയുധ നിർമ്മാണം, ബഹിരാകാശ സഹകരണം തുടങ്ങിയ വിഷയങ്ങൾ ഇന്ത്യയും റഷ്യയും ചർച്ച ചെയ്തു. 24 ഡൽഹി. മികച്ച വനിതാ റിപ്പോർട്ടർക്കുള്ള ഇൻഡിവുഡ് എക്സലൻസ് മാധ്യമ പുരസ്കാരം 24 റിപ്പോർട്ടർ സൂര്യഗായത്രിക്ക് ഈ മാസം 29-ന് തിരുവനന്തപുരത്ത് പുരസ്കാരം സമ്മാനിക്കും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.